ഹലോ ഫ്രണ്ട്സ്, HotWheels Pranthanന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. HotWheels Pranthan 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അതിൻ്റെ ആഘോഷമായിട്ട് ഇന്നത്തെ ഗിവ് അവേ വിന്നറിനെ ഞാൻ അയച്ചു കൊടുക്കാൻ പോണത് 2003 ഹോണ്ട NSX ആണ്. ഇതാണ് ആ വണ്ടി. ഇത് പ്രീമിയം കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതുവരെ ഗിവ് അവേ വിന്നേഴ്സിന് അയച്ചു കൊടുത്തോണ്ടിരുന്നത് മെയിൻ ലൈൻ കാസ്റ്റിംഗ് ആണ്. പക്ഷെ ഇന്ന് സ്പെഷ്യലായിട്ട് പ്രീമിയം കാസ്റ്റിംഗ് ആണ് അയച്ചു കൊടുക്കാൻ പോണത്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാസ്റ്റിംഗ് ആണ്. അത് തന്നെയാണ് ഞാൻ അയച്ചു തരാൻ പോണത്. നമുക്കിപ്പോൾ ചോദ്യത്തിലോട്ട് കിടക്കാം. ഈ വണ്ടിയുടെ പേരെന്താണ്? ഇത് ഞാൻ പണ്ട് അൺബോക്സ് ചെയ്തൊരു വണ്ടിയാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ നോക്കേണ്ടി വരും. അതിൽ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ പേര് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ വിന്നറിനായിരിക്കും നമ്മുടെ ഹോണ്ട NSX അയച്ചു കൊടുക്കാൻ പോണത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അൺബോക്സിംഗ് ആണ്. ഇത് ആക്സിയലിൻ്റെ SCX24 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ക്രോളറാണ്. ഇവർ ഇത് ഇറക്കിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ 1-2 മോഡലും കൂടെ ഇറക്കിയായിരുന്നു. ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. റയർ ഡിഫറൻഷ്യൽ ലോക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. 24 സ്കെയിലാണ്. 4-wheel ഡ്രൈവ്. ഇത് 1967 ഷെവർലെ C10 എന്നാണ് ഈ വണ്ടിയുടെ പേര്. കാനഡയിൽ വെച്ച് മേടിച്ചതാണിത്. ഞാൻ $120 എന്തോ കൊടുത്തു. ഇതൊരാളുടെ ഇത് മേടിച്ചാണ്. പുള്ളിക്കാണ് വേണ്ട $165 പുള്ളി മേടിച്ചത്. നമുക്കിപ്പോൾ ഇത് തുറന്നു നോക്കാം. ഇന്ന് ഓടിച്ചു നോക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ ബാറ്ററിക്ക് ചാർജ് ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഓടിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേറൊരാൾ വേണം. എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഒരു സ്റ്റിക്കറുണ്ട്. പിന്നെ പുറത്തോട്ടെടുക്കാം. ഞാൻ വന്നപ്പോൾ പെട്ടിയിൽ ചതഞ്ഞ് കുടുങ്ങി ഈ ഷേപ്പിലായി ബോക്സൊക്കെ. ആദ്യം വണ്ടി പുറത്തോട്ടെടുക്കാം. ഇവിടെ ഒരു ടാഗ് ഉണ്ട്. കത്തി മതിയാവില്ല എന്ന് തോന്നുന്നു. അവൻ്റെ കൈ പോകും. ഓക്കെ, വണ്ടി റിലീസായി. ഓ, നൈസായിട്ടുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അകത്ത് കമ്പോണൻസൊക്കെ ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണ് അതിൽ എഴുതിക്കണേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെന്താണിത്? ഓക്കെ, നല്ല ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. എങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. അതാണ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് പവർ പോണത്. ഫ്രണ്ടിലത്തെ വീലിലോട്ടും ബാക്കിലത്തെ വീലിലോട്ടും. ഇതിൻ്റെ ടേണിങ് ആക്ഷനൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോളർ പുറത്തോട്ടെടുക്കാം. ബാറ്ററി ഉണ്ട് കൂടെ. ഇതിൻ്റെ സ്പെയർ ആക്സിലാന്ന് തോന്നുന്നു. പിന്നെ ബാറ്ററിയും വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് റീചാർജബിളാണെന്ന് വിചാരിച്ചത്, പക്ഷെ അല്ലെന്ന് തോന്നുന്നു. കൺട്രോളർ പുറത്തോട്ടെടുക്കാം. നല്ല വലിപ്പമുണ്ട്. നൈസായിട്ടുണ്ട്. വണ്ടി ചെറുതാണെങ്കിലും കൺട്രോളർ കണ്ട വില്ലെന്താ സംഭവം എനിക്ക്
ഓ നല്ല സുഖമുണ്ട്, ഇതൊക്കെ നല്ല സ്മൂത്താണ് ഇതിൻ്റെ ആക്ഷനൊക്കെ. ഇവിടെ എന്താണോ, അയ്യോ, ഓ ഇവിടെയും കൺട്രോൾസൊക്കെ ഉണ്ട്. എന്തൊക്കെയാന്ന് വിശദമായിട്ട് പഠിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഓടിക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബാറ്ററി എവിടെയാണോ കിട്ടുന്നത്, അതൊക്കെ ഇനി കാറ്റലോഗ് വായിച്ചു നോക്കണം. ഓക്കെ, അങ്ങനെ ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്.